ഇൻ്റഗ്രേഷനിൽ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ചോദ്യം പരിചയപ്പെടുത്തി തരാം. അതിന് വേണ്ടി നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ട റിസൾട്ട് എന്താണെന്നറിയോ? ഇൻ്റഗ്രൽ എക്സ് റൈസ് ടു എൻ ഡി എക്സ് എന്ന് വന്നിട്ടുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് റിസൾട്ട് എക്സ് റൈസ് ടു n+1/n+1 പ്ലസ് ചെയ്യാം. അതേപോലെ തന്നെ ഇവിടെ ഒരു കോൺസ്റ്റൻറ്റും ഒരു എക്സും ഉണ്ട്. നിങ്ങൾക്ക് ഇൻ്റഗ്രൽ ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഒരു ഫംഗ്ഷൻ എന്ന് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ കോൺസ്റ്റൻറ്റിനെ പുറത്തെടുത്തിട്ട് ആ ഫംഗ്ഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഓക്കെ, സോ ഇനി നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. ചോദ്യം ഇൻ്റഗ്രൽ x³ + 3x എന്നാണ്. ഇതിനെ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് പ്ലസ്സോ മൈനസോ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുറിച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അതായത് x³ dxഉം അതേപോലെ തന്നെ ഇൻ്റഗ്രൽ 3x dxഉം ഇങ്ങനെ നിങ്ങൾക്ക് എഴുതാം. x³ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് പവറിൽ 3 അല്ലേ? അപ്പോൾ പവറിൽ n വന്നാൽ x⁻n+1/n+1 ആണ്. അപ്പോൾ പവറിൽ 3 വന്നാൽ x⁻3+1/3+1. ഇവിടെ 3 കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ 3 × ഇൻ്റഗ്രൽ x dx എന്ന് എഴുതിയാൽ മതി. ഈ എക്സ് എന്ന് പറഞ്ഞാൽ x⁻1 ആണ്. അതും ഇതേ ഫോമിലുള്ളത്. അങ്ങനെയാണ് ഇതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുകയെന്നറിയോ? ഇവിടുത്തെ x⁻4/4 എന്ന് വരും പ്ലസ് 3 × x⁻1 ആണെങ്കിൽ x⁻1+1 അതായത് x² അതേ മുകളിൽ എഴുതിയ സംഭവം തന്നെ താഴെ എഴുതിയാൽ മതി. ലാസ്റ്റ് എന്ത് ഇട്ട് കൊടുക്കുക? ഒരു സി ഇട്ട് കൊടുക്കുക. 3/2 x² എന്ന് എഴുതിയാലും ആൻസർ പെർഫെക്റ്റ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ പെട്ടെന്നൊന്ന് കമൻറ്റ് ചെയ്തോ. ഇതേപോലെയുള്ള കൂടുതൽ ചോദ്യങ്ങൾക്കായിട്ട് ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക.